ഒരു വെള്ളിയാഴ്ച ആകാശം ഇരുണ്ടുപോയ ദിവസം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു കുരിശിൽ തറച്ച് കൊല്ലപ്പെടുന്നു. ശിഷ്യന്മാർ നിരാശപ്പെട്ടു, പ്രിയപ്പെട്ടവർ കരഞ്ഞു, ശത്രുക്കൾ സന്തോഷിച്ചു. എല്ലാം അവസാനിച്ചു എന്ന് അവർ വിചാരിച്ചു. പക്ഷേ ജീവനുള്ള ദൈവത്തിന്റെ പദ്ധതി അവിടെ അവസാനിച്ചില്ല. മൂന്നാം ദിവസം കല്ലറ ശൂന്യമായി. യേശു മുമ്പ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന് ദൈവത്തിന്റെ പുത്രനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്താണ് അവിടെ സംഭവിച്ചത്? പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു. പാപത്തെയും സാത്താനെയും മരണത്തെയും യേശു ജയിച്ചു. കുരിശിൽ ശത്രുവിന്റെ സകല അധികാരത്തെയും ശക്തിയെയും യേശുക്രിസ്തു പരസ്യമായി തോൽപ്പിച്ചു. ഈസ്റ്റർ ഒരു കഥയല്ല, ഇത് ഭൂമിയിലുള്ള സകല മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്.